നമസ്കാരം, മീഡിയാമാൻ ന്യൂസിലേക്ക് സ്വാഗതം. കാക്കനാട് സൺറൈസ് ആശുപത്രിയിൽ അത്യാധുനിക രീതിയിലുള്ള കാത്ത് ലാബ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം നവ്യ നായർ കാത്ത് ലാബിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. നമസ്കാരം. ഞാൻ എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതുപോലും അറിഞ്ഞില്ല. ബിക്കോസ് ഞാൻ മിസ്സസ് പർവീൻ ഹാഫീസിൽ ഇങ്ങനെ ആകൃഷ്ടയായ സംസാരത്തിൽ അങ്ങനെ വീണുപോയി. കേൾക്കുന്നുണ്ടോ? ഇവിടെ ഞാൻ വന്ന് I don't know if I should call her by name or Parveen, 16. Okay, Parveen ma'amine. Let's be in that way. So Parveen ma'amine kandappo mudal I could feel that she's very jovial. നമ്മുടെ അടുത്ത് വളരെയധികം എന്താ പറയുക, വളരെ സന്തോഷത്തോടു കൂടി, വളരെ നമ്മളിങ്ങനെ പറയില്ലേ, ചില ആൾക്കാരിങ്ങനെ പോസിറ്റിവിറ്റിയും എനർജിയും ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ നമുക്ക് ഒത്തിരി എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്തു കണ്ടപ്പോൾ മുതൽ. പിന്നെ ഡോക്ടറെ എനിക്ക് നേരത്തെ മുതലേ അറിയാം. കാരണം ഞാനിവിടെ പേഷ്യൻ്റായിട്ട് വന്നിട്ടുണ്ട് സൺറൈസ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഡോക്ടറെ എനിക്ക് നേരത്തെ മുതലേ അറിയാം. അന്നാണ് ഞാൻ ആദ്യമായി വരുന്നത്. എപ്പൻഡിസൈറ്റിസ് ആയിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ ചങ്ങനാശ്ശേരിയിലുണ്ട്. ഡോക്ടർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ ചോദിക്കാം, ഡോക്ടർ എത്ര സർജറി ചെയ്തു? ഞാനിപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കുന്നത്, അതായത് എൻ്റെ അടുത്ത് വന്നിട്ട് ആൾക്കാർ ചോദിക്കും എൻ്റെ പരിചയമുണ്ടോ? അപ്പോൾ ഞാനിങ്ങനെ ഇല്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നമ്മൾ അന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പുറത്ത് വെച്ച് കണ്ടിരുന്നു, ഒരുമിച്ച് ഫോട്ടോ എടുത്തിരുന്നു എന്ന് ചിലപ്പോൾ ചിലർ പറയും. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഈശ്വര എത്ര പേര് ഓരോരുത്തടുത്ത് ഫോട്ടോ എടുക്കണം, ഞാൻ എങ്ങനെ ഇവരെ ഓർക്കാൻ? പക്ഷെ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർമ്മ ആയതുകൊണ്ട് അവർ ഓർത്തിരിക്കണേ. പിന്നെ അപ്പൻഡിക്സ് എനിക്ക് വലുതാണല്ലോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ ഡോക്ടറെ എത്ര അപ്പൻഡിക്സ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. സൺറൈസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ ഹാഫിസ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ പർവീൻ ഹാഫിസ്, സിഇഒ സുരേഷ് തമ്പി, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ മൈൻഡ്.